ഇനി നോക്കൂ, മെമ്പർഷിപ്പ്. Membership is open to primary cooperative agricultural and rural development banks PCRDB in the state and state government. ഇതിൻ്റെ അംഗത്വം ആർക്കൊക്കെയാണ് കിട്ടുന്നത്? ആരൊക്കെയാണ് ഇതിലെ അംഗങ്ങൾ? നമ്മുടെ PCRDBയും പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. ഓർത്ത് വെക്കുക, ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ അപ്പെക്സായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത്? കേസ് കാർഡ് ബാങ്ക്. അതിൻ്റെ പ്രൈമറി ലെവലിലുള്ളതാണ് എന്ത്? PCRDB. അപ്പോൾ ഈ PCRDBക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇതിന് മെമ്പർഷിപ്പുണ്ട്. നമ്മുടെ കേസ് കാർഡിൽ മെമ്പർഷിപ്പുണ്ട്. പിന്നീട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, പിന്നെ സൗത്ത് വയനാട് ഗിരിജൻ ജോയിൻറ്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെയാണ് നമ്മുടെ കേസ് കാർഡിൻ്റെ മെമ്പേഴ്സ്. വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ വൺസ് മോർ, മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണ്? PCRDB, നമ്മുടെ സംസ്ഥാനത്തുള്ള PCRDBകൾക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും, പിന്നീട് KCB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, സൗത്ത് വയനാട് ഗിരിജൻ ജോയിൻറ്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെയാണ് നമ്മുടെ കേസ് കാർഡിൻ്റെ മെമ്പേഴ്സ്. Next, the ultimate authority in all matters relating to the administration of the bank shall be general body members, who shall meet within a period of 6 months of close of financial year. ഇപ്പോൾ എന്താ പറയുന്നത്? ഭരണപരവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ആത്യന്തിക അധികാരി എന്ന് പറയുന്നത് നമ്മുടെ കേസ് കാർഡിൻ്റെ ഭരണപരവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പിലുള്ള അതോറിറ്റി ആരാണ്? ജനറൽ ബോഡി അംഗങ്ങളാണ്. ഈ അംഗങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് 6 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിരിക്കണം. ഓക്കെ, അവരെന്ത് ചെയ്തിരിക്കണം? മീറ്റിംഗ് കൂടിയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് വരുന്നത്. അൾട്ടിമേറ്റ് അതോറിറ്റി ആരാണ്? കേസ് കാർഡിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ആരാണ്? അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡി മെമ്പേഴ്സാണ്. അവർ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് എത്ര മാസത്തിനുള്ളിലാണ് മീറ്റിംഗ് കൂടിയിരിക്കേണ്ടത്? എത്രയാണ്? വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡിബഞ്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് കേസ് കാർഡ്. നമ്മുടെ കേസ് കാർഡ് ബാങ്കിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഇൻകത്തിൻ്റെ ഒരു സ്രോതസ്സ്. ഓക്കെ, ഇൻകം വരുന്നത് ഏത് വഴിയിലൂടെയാണ്? ഡിബഞ്ചർ, കടപ്പത്രം ഇഷ്യൂ ചെയ്തതിലൂടെയാണ് നമ്മളുടെ കേസ് കാർഡ് ബാങ്കിന് ഇൻകം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് കേസ് കാർഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡിബഞ്ചർ. കൂടാതെ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡിപ്രഷൻ ബേബീസ്. ഡിപ്രഷൻ സമയത്താണ് കൂടുതൽ ലാൻഡ് മോർഗേജ് ഭൂമി കൊണ്ടുവന്ന് പണയം വെക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്തറിയപ്പെടുന്നത്? ഡിപ്രഷൻ ബേബീസ്. എന്താണ്? ഡിപ്രഷൻ ബേബീസ്. അതേപോലെ വാർ ടൈം ബേബീസ് ഉണ്ട്. അതെന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റികളെയാണ് വാർ ടൈം ബേബീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലാൻഡ് മോർഗേജ് ബാങ്കിനെ എന്താണ്? ഡിപ്രഷൻ ബേബീസ്. അത് പഠിച്ചു വെക്കണം. ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ആർ കോൾഡ് ഡിപ്രഷൻ ബേബീസ്. ഇനി നമുക്ക് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോക്കാം. അതായത് ഇവർക്ക് കിട്ടുന്ന ഈ നെറ്റ് പ്രോഫിറ്റ് അവർ എവിടേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്, എത്ര പെർസെൻറ്റേജ് ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. 25% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട്. അപ്പോൾ റിസർവ് ഫണ്ടിൽ എത്ര പെർസെൻറ്റേജാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 25%. എന്നാൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് നോട്ട് എക്സീഡിങ് 20%, 20% കൂടാൻ പാടില്ല. അപ്പോൾ റിസർവ് ഫണ്ടിലോട്ട് മാറ്റുന്നത് 25%, ഡിവിഡൻഡ് കൊടുക്കുന്നത് 20% കൂടാൻ പാടില്ല. ഇവിടെ വരുന്ന നോട്ട് എക്സീഡിങ്ങും എക്സീഡിങ്ങും ഒക്കെ ക്ലിയർ കട്ടായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. നോട്ട് എക്സീഡിങ് എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക. ഡിവിഡൻഡ് നോട്ട് എക്സീഡിങ് 20%. എന്നാൽ റിസർവ് ഫണ്ട് 25% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കേ. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് വന്ന ഭൂപണയ ബാങ്ക് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സൈലേഷ്യൻ ലാൻഡ് ഷാഫ്റ്റ് ഇൻ ജർമ്മനി 1769, 1769 വന്ന ജർമ്മനിയിൽ വന്ന സൈലേഷ്യൻ ലാൻഡ് ഷാഫ്റ്റാണ് ലോകത്തിലെ ആദ്യത്തെ ഭൂപണയ ബാങ്ക്, ലാൻഡ് മോർഗേജ് ബാങ്ക്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ലാൻഡ് മോർഗേജ് ബാങ്ക്, ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതാ? ഇതൊക്കെ ഒരു ഇടയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാ? ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ദ ഇന്ത്യ ഏതാണ്? ജാങ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ ജാങ്ങിലാണ് ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക്. അത് വരുന്ന വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചോദിച്ചിട്ടുണ്ട്. 1920. അപ്പോൾ വേൾഡിലാണെങ്കിൽ 1769 സൈലേഷ്യൻ ലാൻഡ് ഷാഫ്റ്റ് അത് എവിടാണ്, ഏത് രാജ്യത്താണ്? ജർമ്മനിയിൽ. ഇന്ത്യയിലാണെങ്കിലോ
പഞ്ചാബിലെ ജാങ് എന്ന സ്ഥലത്ത് 1920. എന്നാൽ രണ്ടാമത് വന്ന ലാൻഡ് മോർഗേജ് ബാങ്ക് ഇന്ത്യയിലെ അതേതാണ്? ബംഗാളിലെ നൗഗോൺ 1924. പിന്നീട് മൂന്നാമതും വന്നു ഇന്ത്യയിൽ, അതേതാണ്? ഗുവാഹട്ടി ഇൻ ആസാമിലെ ഗുവാഹട്ടിയിലാണ് 1926, 2 വർഷത്തിന് ശേഷം. അപ്പം ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും പഠിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതാണ്? ജാങ് ഇൻ പഞ്ചാബ്. സെക്കൻഡ് ഏതാണ്? നൗഗോൺ ഇൻ ബംഗാൾ. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഗുവാഹട്ടി ഇൻ ആസാം. അപ്പോൾ ആദ്യം വരുന്ന വർഷം 1920, സെക്കൻഡ് ലാൻഡ് മോർഗേജിൻ്റെ വർഷം 1924, തേർഡ് ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ വർഷം 1926. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളും കൂടെ നോക്കാം. നിങ്ങൾ കമ്മിറ്റീസ് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. സിലബസിൽ അത് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൗൺസെൻഡ് കമ്മിറ്റി. ആദ്യത്തെ കമ്മിറ്റി ഏതാണ്? ടൗൺസെൻഡ് കമ്മിറ്റി. അദ്ദേഹം എന്താണ് അവർ റെക്കമെൻഡ് ചെയ്തതാണ് നമ്മൾ ഇപ്പുറത്തെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ മദ്രാസ്. അതെ, മദ്രാസിൽ ഒരു സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ടൗൺസെൻഡ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് നമുക്ക് ആലോചിക്കാം. എന്താണ്? ടൗണിൻ്റെ സെൻറ്ററിൽ ഒരു ബാങ്ക്, ടൗൺസെൻഡിൻ്റെ ടൗണും സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ സെൻട്രലും കൂടെ ചേർത്ത് നമുക്ക് അങ്ങനെ ആ ഒരു കോഡ് യൂസ് ചെയ്ത് പഠിക്കാം. കാരണം ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ കോഡ് യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ടൗൺസെൻഡ് കമ്മിറ്റി എന്താണ് റെക്കമെൻഡ് ചെയ്തത്? റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ മദ്രാസ്. നെക്സ്റ്റ് കമ്മിറ്റി നോക്കൂ, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്താണ് റെക്കമെൻഡ് ചെയ്തത്? ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഭൂപണയ ബാങ്ക് ഫോം ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. പിന്നീട് മാധവദാസ് കമ്മിറ്റി. എന്താണ് മാധവദാസ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്? കമ്മിറ്റി ഓൺ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഈ മാധവദാസ് കമ്മിറ്റിയെ വേറൊരു പേരിൽ അറിയപ്പെടും. എന്താണത്? കമ്മിറ്റി ഓൺ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇത് ചോദിച്ചിട്ടുണ്ട്. കമ്മിറ്റി ഓൺ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ മാധവദാസ് കമ്മിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ടൗൺസെൻഡ് കമ്മിറ്റി എന്താണ്? റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ മദ്രാസ്. പിന്നെ വരുന്നത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ്. ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. പിന്നെ വരുന്നത് മാധവദാസ് കമ്മിറ്റി. മാധവദാസ് കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കമ്മിറ്റിയാണ് മാധവദാസ് കമ്മിറ്റി. ഇങ്ങനെ 3 കമ്മിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി നോക്കൂ, ഈ കേസ് കാർഡ് ബാങ്കിൽ നിന്നും ഒത്തിരി തവണ ചോദിച്ച ഒരു ഏരിയയാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അഥവാ സിങ്കിങ് ഫണ്ട്. നോക്കൂ, എന്താണത്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഓർ സിങ്കിങ് ഫണ്ട് ഓഫ് കേസ് കാർഡ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ലോൺ റിക്കവറീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ദിസ് ഫണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ടു റീപേ ദ ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി. എന്താണ് ഈ ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ടു റീപേ, തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ്, റിഡീം ചെയ്യുക. അപ്പോൾ ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് ഏതിലൂടെയാണ്? ഫ്രം ലോൺ റിക്കവറീസ് ഓഫ് മെമ്പേഴ്സ്. ലോൺ തുകയിൽ നിന്നാണ്. അതായത് ലോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചടയ്ക്കുമല്ലോ, മെമ്പേഴ്സ് തിരിച്ചടക്കില്ലേ. അപ്പോൾ അതിൽ നിന്നും ഒരു ഭാഗമാണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് മാറ്റുന്നത്. ആൻഡ് ദിസ് ഫണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ടു റീപേ ദ ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി. കടപ്പത്രം ഇഷ്യൂ ചെയ്താൽ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ ആ പൈസ തിരിച്ച് കൊടുത്തുകൊണ്ട് ആ കടപ്പത്രം തിരിച്ച് വാങ്ങിക്കും. അപ്പം കേസ് കാർഡിൻ്റെ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, കേസ് കാർഡിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഡിബഞ്ചറാണ്. കടപ്പത്രം എന്ത് ചെയ്യുക? കടപ്പത്രം ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, അതിൽ നിന്നും പിന്നെ എന്ത് ചെയ്യുക? ഫണ്ട് കളക്ട് ചെയ്യുക, ഇൻകം കളക്ട് ചെയ്യുക. അപ്പോൾ ഇത് തിരിച്ച് കൊടുക്കണ്ടേ? മെമ്പേഴ്സിന് തിരിച്ച് കൊടുക്കണ്ടേ? അപ്പോൾ തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു തുക അവർ കരുതി വെക്കും. മനസ്സിലായില്ലേ? ഇപ്പോഴേ തുക കരുതി വെച്ചില്ലെങ്കിൽ അന്ന് ചിലപ്പം കോടിക്കണക്കിന് രൂപയായിരിക്കും. ഒരു 10 കോടി രൂപ തിരിച്ചു കൊടുക്കണം മെച്യൂരിറ്റി പീരീഡിൽ. അപ്പോൾ ഈ 10 കോടി രൂപ എങ്ങനെ ഉടൻ റേസ് ചെയ്യും? പറ്റില്ല. അപ്പോൾ അത് കാരണം അവർ മുമ്പേ തന്നെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ഫണ്ടെന്ന് പറയുന്നത് ലോൺ തുകയിൽ നിന്നാണ്. മെമ്പേഴ്സ് തിരിച്ചടയ്ക്കുന്ന ആ തുകയിലെ ഒരു ഭാഗം എടുത്താണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് ഇടുന്നത്. ഓക്കെ, അതാണ് എന്ത്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നീട് എ ഫണ്ട് ക്രിയേറ്റഡ്, പിന്നെ വളരെ വ്യക്തമായിട്ട് ആലോചിക്കുക, ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ലോൺ റിക്കവറീസ് ആണ്, നോട്ട് ക്രിയേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്നല്ല ഒരു
ഒരു ഭാഗം എടുത്ത് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലോൺ റിക്കവറിയിൽ നിന്നാണ്. അപ്പോൾ ക്രിയേറ്റഡ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ക്രിയേറ്റഡ് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, ക്രിയേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്, ക്രിയേറ്റഡ് ഫ്രം ലോൺ റിക്കവറീസ്, ബോത്ത് എ ആൻഡ് ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പം നെറ്റ് പ്രോഫിറ്റിൽ നിന്നല്ല, ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് ഇങ്ങോട്ട് മാറ്റുകയല്ല, പിന്നെ എവിടെ നിന്നാണ്? ലോൺ റിക്കവറിയിൽ നിന്നാണ് ഒരു വിഹിതം എടുത്ത് മാറ്റുന്നത്. അത് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നീട് വരുന്നത് എ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ് ഓർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ ലയബിലിറ്റി ഈസ് കോൾഡ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ എന്താണ് സിങ്കിങ് ഫണ്ട്? അസറ്റോ അല്ലെങ്കിൽ ലയബിലിറ്റി, അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് എന്ത്? സിങ്കിങ് ഫണ്ട്. അല്ലെങ്കിൽ ലയബിലിറ്റി മെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് എന്ത്? സിങ്കിങ് ഫണ്ട്. ഓക്കെ, അതും പഠിക്കുക. അപ്പം നമ്മൾ താഴെ ഫിഗറിൽ തന്നിരിക്കുന്നത് കണ്ടോ? പേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കുന്നു, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അപ്പോൾ പഠിച്ചു വെക്കുക. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ലോൺ റിക്കവറീസിൽ നിന്നാണ്. നോട്ട് ക്രിയേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അല്ല. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൻ്റെ വേറൊരു പേരെന്താണ്? സിങ്കിങ് ഫണ്ട്. ആരാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കേസ് കാർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തിനാണ് ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്? ടു റീപേ ദ ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി ടൈമിൽ ഡിബഞ്ചേഴ്സ് തിരിച്ച് കൊടുക്കാനാണിത് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു. എന്താണ് ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത്? ദ വേർഡ് ഡിബഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡി ബി വിച്ച് മീൻസ് ഐ ഓവ്. ലാറ്റിൻ വേർഡായ ഡി ബിയിൽ നിന്നാണ് വേർഡ് ഡിബഞ്ചർ ഉരുത്തിരിഞ്ഞ് വന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഐ ഓവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടപ്പെട്ടിരിക്കുന്നു. എന്താണ്? കടപ്പെട്ടിരിക്കുന്നു എന്നാണ് മീനിങ്. ഡിബഞ്ചർ ഈസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ്. ഡെറ്റിൻ്റെ ഒരു റിട്ടൺ എഴുതപ്പെട്ട ഒരു അക്നോളജ്മെൻ്റ് ആണ് എന്ത്? ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ഗവൺമെൻറ് ഗീവ്സ് ദ ഗ്യാരണ്ടി ഓഫ് ദ ഡിബഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ബൈ കേസ് കാർഡ്. കേസ് കാർഡിൻ്റെ ഡിബഞ്ചേഴ്സിന് ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. എന്നാൽ രജിസ്ട്രാർ ഈസ് ദ ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ബൈ കേസ് കാർഡ്. രജിസ്ട്രാർ ആണെന്ത്? നമ്മുടെ ട്രസ്റ്റി, ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റി. അപ്പോൾ കേസ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? ഗവൺമെൻറ്. അപ്പോൾ ജി ആലോചിക്കുക. ഗ്യാരണ്ടി നിൽക്കുന്നത് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ജിയും ഗ്യാരണ്ടിയുടെ ജിയും. എന്നാൽ അതിൻ്റെ ട്രസ്റ്റി ആരാണ്? രജിസ്ട്രാറാണ്. അതുപോലെ തന്നെ ബിഫോർ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ദ കേസ് കാർഡ് ഷുഡ് ഒബ്റ്റെയിൻ കൺസെൻറ്റ് ഫ്രം നബാർഡ്. നമ്മൾ കേസ് കാർഡ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആരുടെ കൺസെൻറ്റ് എടുത്തിരിക്കണം? ആരുടെ അനുവാദം എടുത്തിരിക്കണം? നബാർഡിൻ്റെ കൺസെൻറ്റ് എടുത്തിരിക്കണം. അതും ഓർക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണിത് ഒരു തവണ. പിന്നെ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് ഫിക്സഡ് ബൈ RBI. അപ്പോൾ നമ്മുടെ ഡിബഞ്ചറിന് പലിശ ഉണ്ടല്ലോ, ആ പലിശ നിരക്ക് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഇനി നെക്സ്റ്റ് നോക്കൂ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് പഠിക്കാം. എത്ര തരത്തിലുള്ള കടപ്പത്രങ്ങളുണ്ട്? ദർ ആർ 3 types of debentures are issued by കേസ് കാർഡ്. കേസ് കാർഡ് 3 തരത്തിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദേ ആർ ഫസ്റ്റ് വൺ ഓർഡിനറി ഡിബഞ്ചർ, സെക്കൻഡ് റൂറൽ ഡിബഞ്ചർ ആൻഡ് തേർഡ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ. അപ്പോൾ ഏതൊക്കെയാണ്? 3 types of debentures are issued by കേസ് കാർഡ്. ഏതൊക്കെയാണത്? ഓർഡിനറി ഡിബഞ്ചേഴ്സ്, റൂറൽ ഡിബഞ്ചേഴ്സ്, സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ. ഇനി നമുക്ക് ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ നോക്കൂ, ഓർഡിനറി ഡിബഞ്ചർ. എന്താണത്? ദ ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഓർഡിനറി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പൊതുജനങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ടാണ്. കൂടാതെ ഇത് ആരൊക്കെ പർച്ചേസ് ചെയ്യും? ദിസ് ഡിബഞ്ചർ ഈസ് പർച്ചേസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യും, LIC, RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ഓർഡിനറി ഡിബഞ്ചർ ഇവരൊക്കെ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. അതാണെന്ത്? ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറയുന്നത്. എന്നാൽ റൂറൽ ഡിബഞ്ചർ ഉണ്ട്. റൂറൽ ഡിബഞ്ചേഴ്സ് ആർ റെക്കമെൻഡഡ് ബൈ AIRCSC, അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ദേ ആർ ഇഷ്യൂഡ് പ്രൈമർലി വിത്ത് എ വ്യൂ ടു മൊബിലൈസ് റൂറൽ സേവിങ്സ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റൂറൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തത് സർവേ കമ്മിറ്റിയാണ്. അപ്പോൾ സർവേ കമ്മിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ എന്താണ്? റൂറൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. കൂടാതെ ഇതെന്ന് പറയുന്നത് എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മുടെ റൂറൽ ഗ്രാമീണവാസികൾക്ക് അവരുടെ സേവിങ്സ് ഒന്ന് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അവരുടെ സേവിങ്സ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു സേവിങ്സ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്, റൂറൽ ഡിബഞ്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ഇൻട്രസ്റ്റ് ആയിരിക്കും? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, കൂടുതൽ പലിശ അവർക്ക് കൊടുക്കും. അതാണെന്ത്? റൂറൽ ഡിബഞ്ചർ. അപ്പോൾ എന്താണ്? റൂറൽ ഡിബഞ്ചേഴ്സ് ആർ റെക്കമെൻഡഡ് ബൈ സർവേ കമ്മിറ്റി. ദേ ആർ ഇഷ്യൂഡ് പ്രൈമർലി വിത്ത് എ വ്യൂ ടു മൊബിലൈസ് റൂറൽ സേവിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്ത് നോക്കൂ, സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ്. അതെന്തൊക്കെയാണ്? സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഫുള്ളി പർച്ചേസ്ഡ് ബൈ നബാർഡ്. നബാർഡാണ് ഇത് ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇറ്റ് എയിംഡ് ഫോർ സ്പെഷ്യൽ പ്രോജക്ട്സ് ഓഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ കാർഷിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോജക്ട്സിനെ എയിം ചെയ്തുകൊണ്ട്, ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഫുള്ളി പർച്ചേസ്ഡ് ബൈ ഡാഷ്. ആരാണ്? അത് നബാർഡാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആ പേര് തന്നെ ഉണ്ട്, സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലായിട്ടുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ. എന്താണ്? DAP. എന്താണ്? വികസന പ്രവർത്തന പദ്ധതി. എന്താണത്? കേസ് കാർഡ് പ്രിപ്പയർ. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹൂ പ്രിപ്പയേഴ്സ് DAP അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ? ആരാണ്? കേസ് കാർഡാണ് ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണിത് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ കോഓപ്പറേറ്റീവ് മേഖല, കോഓപ്പറേറ്റീവ് വായ്പാ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, കുറച്ചും കൂടെ ഒന്ന് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവരുന്നത്? ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്? ഷോർട്ട് ടേം ആയിക്കോട്ടെ, ലോങ് ടേം ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ് ഒരു സുസ്ഥിരമായിട്ടുള്ള ബേസിസിൽ കുറച്ചും കൂടി സ്ട്രെങ്തനായിട്ട് വയബിൾ യൂണിറ്റായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ നിലവിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് DAP, ഈ ഒരു ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷം മുതലാണ്? 1996. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും കിട്ടും. ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് നമ്മുടെ കേസ് കാർഡാണ്. എന്തിനാണ്? നമ്മുടെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഷോർട്ട് ടേമും ലോങ് ടേമുമായിട്ടുള്ള കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് നല്ല രീതിയിൽ വയബിൾ യൂണിറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നത്? കേസ് കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നീട് ഇത് എന്ന് മുതലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? DAP ഫ്രം 1996, 1996 മുതൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേസ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിൻറ്റ്സ്. എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് ഇതിൽ പറയുന്നുണ്ട്. ഈ പോയിൻറ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PYQ നോക്കാം. കഴിഞ്ഞു പോയ വർഷങ്ങളിലായിട്ട് കുറേ നാളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കേ. ഡാഷ് ഈസ് ദ ട്രസ്റ്റി ഓഫ് ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. കേസ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ട്രസ്റ്റി ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, രജിസ്ട്രാറാണ്. എന്നാൽ ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? ഗവൺമെൻറ്. അപ്പം നമ്മൾ കോഡ് പറഞ്ഞായിരുന്നു GG. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഡിസ്കസ് ചെയ്തതുകൊണ്ട് തന്നെ വെറുതെ ഡിസ്കസ് ചെയ്ത് ടൈം പോകുന്നില്ല, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ, അതുകൊണ്ടാണ് PYQ നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് കേസ് കാർഡ്, ആൻഡ് അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മേ ഓപ്പൺ ബ്രാഞ്ചസ് ഓൺലി വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് ഡാഷ്. ആരുടെ പെർമിഷൻ വേണം? കേസ് കാർഡും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളും ഒരു ബ്രാഞ്ച് പുതുതായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ആരുടെയാണ്? രജിസ്ട്രാറിൻ്റെ പെർമിഷൻ വേണം. ഇനി അടുത്തത്, കേസ് കാർഡ് സെറ്റ് അപ്പാർട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കേസ് കാർഡ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അവരുണ്ടാക്കിയെടുക്കുന്നത്, രൂപീകരിക്കുന്നത് ഏത് വഴിയാണ്? നമ്മൾ പറഞ്ഞു, ലോൺ റിക്കവറീസ് അല്ലേ? അപ്പോൾ ആൻസർ ഈസ് ലോൺ കളക്ഷൻ. നെക്സ്റ്റ്, ദ സ്ട്രക്ചർ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ കേരള ഈസ്. സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ടയർ ആണോ, സിംഗിൾ ടയർ ആണോ, 3 ടയർ ആണോ? ഏതാണ്? ആൻസർ ഈസ് 2 ടയർ സ്ട്രക്ചർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ സ്ട്രക്ചർ 2 ടയറിലാണ്. അപ്പെക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത്? കേസ് കാർഡ്. ലോവർ ലെവലിലുള്ളതാണ് എന്ത്? PCRDB. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേസ് കാർഡ് സെറ്റ് അപ്പാർട്ട് സിങ്കിങ് ഫണ്ട് ഫ്രം. ഓക്കെ, നേരത്തെ ചോദിച്ചത് എന്താണ്? നേരത്തെ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നേരത്തെ ചോദിച്ചത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്
എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? അതെവിടെ നിന്നാണ്? ലോൺ കളക്ഷൻ. ഇപ്പം എന്താണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൻ്റെ വേറൊരു പേരാണ് സിങ്കിങ് ഫണ്ട് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, കേസ് കാർഡ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഏതാണ്? ലോൺ കളക്ഷൻ. ആൻഡ് ആൻസർ ലോൺ കളക്ഷൻ അല്ലെങ്കിൽ ലോൺ റിക്കവറീസ്. നെക്സ്റ്റ്, സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ കേസ് കാർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡാഷ്. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, കേസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ആൻസർ ഈസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. എന്താണ്? ഡിബഞ്ചർ തിരിച്ച് റിഡീം ചെയ്യാൻ, ടു റീപേ, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത്, എ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ് ഓർ ദ റീപേയ്മെൻറ്റ് ഓഫ് എ ലയബിലിറ്റി ഈസ് കോൾഡ് ഡാഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ വെക്കുന്ന ഫണ്ടിനെയാണ് എന്ത് പറയുന്നത്? സിങ്കിങ് ഫണ്ട്. ഓക്കെ, ഓർത്ത് വെക്കുക. ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ വെക്കുന്ന ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി, ഫോർ വിഡ്രോയിങ് എമൗണ്ട് ഫ്രം ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഡാഷ് പെർമിഷൻ ഹാസ് ടു ബി ഒബ്റ്റെയിൻഡ്. ഇപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൽ നിന്നും നമ്മൾ ഏതെങ്കിലും കാരണത്താൽ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യണം. അപ്പോൾ അത് ആരുടെ പെർമിഷൻ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരുടെ വേണം? ട്രസ്റ്റിയുടെ. ട്രസ്റ്റി ആരാണ്? ട്രസ്റ്റി? രജിസ്ട്രാർ. അത് ഓർത്ത് വെക്കുക. ആരാണ്? രജിസ്ട്രാറാണ് ട്രസ്റ്റി. കാര്യം ട്രസ്റ്റി മീൻസ് എന്താണ്? വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ അല്ലേ? അപ്പോൾ ആ ട്രസ്റ്റിയാണ് ഇതിൽ നിന്നും നമ്മൾ ഏതെങ്കിലും കാരണത്താൽ കുറച്ച് ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൽ നിന്നും കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യുക, പിൻവലിക്കുവാണെന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ട്രസ്റ്റിയുടെ പെർമിഷൻ വേണം. ഓക്കെ, ട്രസ്റ്റി ആരാണ്? രജിസ്ട്രാർ. അപ്പം ഓപ്ഷനിൽ രജിസ്ട്രാറാ തരുന്നെങ്കിൽ രജിസ്ട്രാർ, ഇൻ കേസ് ട്രസ്റ്റി ആണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേസ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ഇത്രയും പഠിച്ചതിന് ശേഷം നന്നായിട്ട് ക്വസ്റ്റ്യൻ കൂടെ വായിച്ച് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു, കാര്യം ഒരു ക്വസ്റ്റ്യൻ തന്നെ മാറ്റിയും തിരിച്ചും അവർ ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ചോദിച്ചു, മറ്റൊരു തവണ എന്ത് ചോദിച്ചു? സിങ്കിങ് ഫണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.